നമസ്കാരം. സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. കരമനയിൽ നടന്ന നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിന്റെ ബാറിൽ നടന്ന ഒരു നിസ്സാര തർക്കത്തിന്റെ പേരിൽ ഒരു യുവാവിന്റെ ജീവനെടുത്ത CCTV ദൃശ്യങ്ങളോടുകൂടിയാണ് ഇന്ന് കേരളം ഉണർന്നത്. അതിന്റെ ഞെട്ടലിലാണ് കേരളം ഉണർന്നത്. 23 വയസ്സുകാരനെ തലക്കടിച്ചു കൊന്നവരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അഖിൽ, അനീഷ്, സുമേഷ്, വിനീഷ് രാജ് എന്നിവരാണ് പ്രതികൾ. 3 പേർ ചേർന്നാണ് കൊലപാതകം നടത്തിയത്. അഖിലിനെ കൊലപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരു പ്രതിയെ ഇതിനകം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരമായി ലഭിക്കുന്നത്. വട്ടപ്പാറ സ്വദേശിയായ പ്രതിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇതിൽ 2 പ്രതികൾ നേരത്തെ സമാനമായി തന്നെ അനന്തു ഗിരീഷ് എന്ന കരമനയിലെ മറ്റൊരു കൊലപാതക കേസിൽ പ്രതികളായിരുന്നവരാണ്. ആ കേസുമായി ബന്ധപ്പെട്ടും നിരവധി ആക്ഷേപങ്ങൾ ഇതിനകം നിലനിൽക്കുന്നുണ്ട് താനും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതിക്രൂരമായി ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. ഈ കമ്പ് കൊണ്ട് പലതവണ അടിച്ചു. കൊലപാതകം ഉറപ്പാക്കാനായി വീണ്ടും കല്ലെടുത്ത് തലക്കെറിയുന്ന ദൃശ്യങ്ങൾ കാണാം. CCTVയിൽ പതിഞ്ഞ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. സമൂഹ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. ഇതിലൊരാൾ വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു. പ്രതികൾ സഞ്ചരിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് DCP അറിയിച്ചു. 26 രാത്രി പാപ്പനംകോട് ബാറിലുണ്ടായ ഒരു തർക്കമാണ്, നിസ്സാര തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രതികളെല്ലാം തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ 4 പേരുടെ സാന്നിധ്യമാണ് പോലീസ് ഇതുവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇതിൽ 4 പ്രതികളെയാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അഖിൽ, അനീഷ്, അതുപോലെ വിനീത്, പിന്നെ സുമേഷ്, ഇങ്ങനെ 4 പേരുടെ സാന്നിധ്യം ഈ ഒരു കേസിലുണ്ടായിരുന്നു. ഈ കേസിൽ ഇപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ മുൻപ് 2019 നടന്ന ഒരു മർഡർ കേസിലെ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ്. ആ കേസിന്റെ ട്രയൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നടന്ന നന്ദു ഗിരീഷിന്റെ ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളാണ്. പക്ഷേ ആ കേസുമായിട്ട് ഇതിന് പ്രാഥമികമായിട്ട് ഈ ഒരു ഇൻസിഡന്റുമായിട്ട് പ്രാഥമികമായിട്ട് ബന്ധമില്ല. അക്യൂഷന്റെ പ്രീവിയസ് കേസ് ഹിസ്റ്ററി ഡീറ്റെയിൽസുമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ഇതുവരെയുള്ള പോലീസിന്റെ ഇതൊരു പ്രാഥമികമായ സ്റ്റേജിൽ നിന്നാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇലക്ഷൻ്റെ ഡേ വൈകുന്നേരം ഒരു ബാറിൽ വെച്ചുണ്ടായിരുന്ന ഒരു തർക്കവും അതിനെ തുടർന്നുണ്ടായിരുന്ന ഒരു റിവെഞ്ചാണ് ഇതിന്റെ കാരണമായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് റെന്റലായിട്ട് എടുത്തിരിക്കുന്ന വാഹനമാണ്. ഇവരുടെ ബാക്കിയുള്ള അസോസിയേറ്റ്സിനെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചിട്ടുണ്ട്. നേരത്തെ ഉള്ള കേസിൽ പ്രതികളായിട്ടുള്ള ആരൊക്കെയാണ് സാർ ഇതിൽ? ഈ 4 പേരും മുൻപത്തെ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് കേസ് ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ തവണ നടന്നൊരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിൽ വന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള പോലീസിന്റെ നിഗമനം. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ഡ്രൈവർ ഉൾപ്പെടെ ഒരാൾ ഡ്രൈവറായിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. ബാക്കി 3 ആൾക്കാരാണ് സീനിൽ കൃത്യമായ രീതിയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എല്ലാ പ്രതികളെയും പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്രതികളെ പിടികൂടാനുള്ള ഊർജിത ശ്രമമാണ് പോലീസ്. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അന്വേഷണത്തിലുള്ള മാത്രമേ ഈ സ്പോട്ടിൽ ഉള്ള ആൾക്കാർ കൂടാതെ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനകളുണ്ടോ, ഏതെങ്കിലും കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ പങ്ക് ഇതിലുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ പോലീസ് പരിശോധിക്കുക. ഇവര് നേരത്തെ ബാറിൽ വെച്ചിട്ടുള്ള ഒരു സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ ഈ സംഭവം ഇപ്പം നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ആ വൈരാഗ്യത്തിൽ വാക്ക് തർക്കമായിരുന്നു. അവിടെ എന്തോ അടിപിടി നടന്നെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഈ സംഭവം ഉണ്ടായെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പ്രദേശം എന്ന് പറയുന്ന ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരങ്ങനെ ആരും ശ്രദ്ധിക്കില്ല. കാരണം ഇവിടെ അങ്ങനെ വേറെ സംഭവങ്ങളൊന്നും നടക്കുന്ന സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് സൈലന്റ് ഏരിയയാണ്. അങ്ങനെ വേറെ ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ഈ മണൽ കച്ചവടം ഈ വണ്ടികൾ ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അത് ടൈലിൻ്റെയും ഉണ്ട്, മണലിൻ്റെയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പിന്നെ വേറെ ആരും വരാറില്ല. അപ്പോൾ ഇവിടെ ഈ പയ്യൻ ഈ പ്രാവിൻ്റെ കൂട് ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുമോ. അങ്ങനെ ഇവന് തീറ്റി കൊടുക്കുകയായിരുന്നു. അതെ, പ്രാവിന് തീറ്റി കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവരെ വിളിച്ചിറക്കി കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. കൊണ്ടുപോയി മർദ്ദിച്ച് കൊണ്ടുവന്ന് ഇവിടെ തിരിച്ചിട്ടിട്ട് പോവുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് വഴി കൂടെ പോയ ആൾക്കാരാണ് കണ്ടത്, അറിഞ്ഞത്. അപ്പോൾ അതാരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമല്ലല്ലോ. ഇവിടെ ഇരുട്ടുമാണ്, സ്ട്രീറ്റ് ലൈറ്റ് അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല.
അതുകൊണ്ട് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്നുള്ളത് ആർക്കും പ്രതീക്ഷയില്ലല്ലോ. ഇവര് പരിചയം ഉണ്ടായിരുന്നില്ല, നേരത്തെ തന്നെ പരിചയം ഉണ്ടായിരുന്നു. ഇവർ നേരത്തെ പരിചയക്കാരൊന്നുമല്ല, ബാറിൽ വെച്ചിട്ടുള്ള ഒരു സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇത് ഇവിടെ സംഭവിച്ചത്. പ്രതികൾ ഈ ചുറ്റുവട്ടത്തുള്ളവരാണ്. പ്രതികൾ ഈ ചുറ്റുവട്ടത്തുള്ളവർ തന്നെയാണ്. കൈമനം നേരത്തെ 1-2 കൊലപാതക കേസുകളിലായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളവരാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് എന്താണെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള നമുക്കറിയാൻ പറ്റില്ല. അതിന് ബാക്കി പോലീസ് അന്വേഷണത്തിൽ അത് അറിയാൻ പറ്റുള്ളൂ. ഒരാഴ്ച മുമ്പ് വൈറ്റ് ഡാമർ ഹോട്ടലിലെ ബാറിൽ നടന്ന ചെറിയ സംഘർഷവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ പയ്യനെ അന്വേഷിച്ചു വരികയും ഇവന്റെ വീട്ടിൽ ഇവൻ പെറ്റ് ഷോപ്പ് നടത്തി നിൽക്കുന്നത് കണ്ട് ഇന്നോവയിൽ വന്ന ആളുകൾ ഇന്നോവ കൊണ്ട് കുറച്ചപ്പുറത്ത് മാറ്റി ഒതുക്കിയിട്ട് ഇറങ്ങി വന്ന് ഈ പയ്യനെ വിളിച്ചുകൊണ്ടുപോയി ഒത്തുതീർപ്പുണ്ടാക്കാൻ എന്ന് പറഞ്ഞ് വ്യാജേന വിളിച്ചുകൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നിഷ്ഠൂരമായി അടിക്കുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് വീണ്ടും ഒരു മുടുക്കിനകത്ത് വെച്ച് ഈ അടിച്ച് കരിങ്കല്ല് കൊണ്ട് കമ്പി കൊണ്ടും അടിച്ച് ആ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ ക്രൂരമായി അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇത് അതേ പ്രതികൾ തന്നെയാണ് ഇതിൽ പലരും. അതെ ആ അനന്തഗിരീഷ് വധക്കേസിലെ പ്രതികളിൽ മിക്കവരും ഈ അഖിൽ വധക്കേസിലും പ്രതികളാണ് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഒരു കൊലപാതകമല്ല, അല്ലെങ്കിൽ ഒരു സംഭവമല്ല. ഇതിന് ഈ അനന്തഗിരീഷ് കൊലക്കേസിൽ 67 ദിവസത്തിനകത്ത് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും കോടതി ജാമ്യം കൊടുത്തു. കോടതിയുടെ ജാമ്യത്തിൽ ഇറങ്ങി 5 വർഷമായിട്ടും ട്രയൽ നടത്താൻ തയ്യാറായില്ല. കോടതിയിൽ ട്രയൽ നടത്താൻ സാധിക്കാതെ വരികയും ട്രയൽ പെൻഡിംഗ് ആവുകയും ചെയ്യുമ്പോൾ ഇവര് നിർബാധം അവരുടെ അക്രമങ്ങൾ തുടരുകയാണ്. കേസിലും ഈ പ്രതികൾ ഉണ്ട്, അതിന്റെ വിചാരണ തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. വേറൊരു കേസിൽ അല്ല, ആ മൊട്ടമൂട് ഷാജി കൊലക്കേസിലെ പ്രതികൾ എന്ന് പറയുന്നത് ഇതിലെ ഈ പറയുന്ന കിരൺ കൃഷ്ണയുടെ അച്ഛനാണ്. അച്ഛനും കൊച്ചിച്ചനും അത് അവർ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾ. അച്ഛനും കൊച്ചിച്ചനും ഇരട്ടക്കൊലക്കേസിലെ പ്രതികളും ഇപ്പോൾ മകനും ഇരട്ടക്കൊലക്കേസിലെ പ്രതിയാവുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത് നിയമം നമുക്ക് അടിയന്തരമായി ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നില്ല. നിയമം താമസിക്കും തോറും പ്രതികൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു. ഇപ്പോൾ ഉദാഹരണം, ഈ അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയത് ബൈക്കിലാണെങ്കിൽ അഖിലിനെ തട്ടിക്കൊണ്ടുപോയത് ഇന്നോവയിലാണ്. അപ്പൊ അത്ര പുരോഗതി ഉണ്ടായി. പ്രതികൾക്കുണ്ടാവുന്ന പുരോഗതി അല്ലാതെ ഈ നിയമം അതിന്റെ അർത്ഥത്തിൽ ഏറ്റവും എളുപ്പം നിയമം ലഭ്യമാക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, മിനിറ്റുകളോളം കമ്പി വെടി കൊണ്ട് അടിക്കുക, അതിനുശേഷം മതിയാകാതെ മരണം ഉറപ്പാക്കാനായി 6 തവണയാണ് ഇവർ ഈ ചുടുകട്ട കൊണ്ട് ഈ കല്ലെടുത്തിട്ട് കൊലപാതകം ഉറപ്പാക്കി മടങ്ങുന്നത്. തിരുവനന്തപുരത്ത് നമ്മൾ ഇതിനകം എത്രയോ ഇത്തരം കൊലപാതകങ്ങൾ CCTV ദൃശ്യങ്ങളുടെയും മറ്റും നമുക്ക് മനസ്സിലായതാണ്, വ്യക്തമായതാണ്. ഈ കേസിലെ പ്രതികൾ തന്നെയാകട്ടെ മുൻ കൊലപാതകത്തിൽ പ്രതികളായിരുന്നവരും. ഇങ്ങനെ ഒരു നിസ്സാര സംഭവത്തിന്റെ പേരിൽ ഇത്തരം ആവർത്തനങ്ങൾ ഉണ്ടാകുന്നതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്താണ്? രഞ്ജിത്ത്, മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകം, ഏറ്റവും നിഷ്ഠൂരം എന്ന് തന്നെ പറയാം. കാരണം ഒരു യുവാവിനെ തുടർച്ചയായി കമ്പി വടി കൊണ്ട് തലയ്ക്കടിക്കുക, തുടർന്ന് വലിയ ഭാരമുള്ള കല്ല് ശരീരത്തിലേക്ക് ഇടുക, അത് 6 തവണയാണ് തുടർച്ചയായി ഇടുന്നത്. ഈ സമയം തന്നെ മറ്റൊരാൾ തലയിൽ മർദ്ദിക്കുന്നുമുണ്ട്, കമ്പി വടി കൊണ്ട് അടിക്കുന്നുമുണ്ട്. 2 കാര്യവും ഒരേ സമയത്ത് ഒരു മനുഷ്യജീവനാണ് എന്ന പരിഗണന പോലുമില്ലാതെ ആ യുവാവിനെ തല്ലി ചതച്ച് കൊല്ലുന്ന ഒരു കാഴ്ചയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഗൗരവം ഉണ്ടാക്കുന്നത് പെട്ടെന്നൊരു പ്രകോപനത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു കൊലപാതകമല്ല. ഇവർ കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് വന്ന് നടത്തുന്ന കൊലപാതകമാണ്. മാത്രവുമല്ല, ഇതേ രീതിയിൽ നടന്ന കൊലപാതകത്തിൽ നേരത്തെ പങ്കുള്ള പ്രതികളാണ്. അതായത് ഇവർ ഇത് വെച്ച് നടത്തുന്നു, പോലീസിനെ പോലും അവർ ഭയക്കുന്നില്ല, നിയമവ്യവസ്ഥയെ ഭയക്കുന്നില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. കാരണം 2019 അത് നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു അനന്തുവിന്റെ കൊലപാതകം. അന്ന് KGF സിനിമയുടെ സംഭാഷണമൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ക്രൂരമായി മൃഗീയമായി ആ യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഉത്സവപ്പറമ്പിലുണ്ടായ ഒരു തർക്കത്തിന്റെ പേരിലാണ് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി ഈ ആളൊഴിഞ്ഞ പ്രദേശത്ത് അവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടത്തിനുള്ളിൽ പോയി ഇവർ മണിക്കൂറുകളോളം ഇഞ്ചിഞ്ചായി ആ യുവാവിനെ പീഡിപ്പിക്കുകയും ഒടുവിൽ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തത്. അന്ന് ആ കൈകളിലെയും കാലുകളിലെയും ഞരമ്പുകൾ കട്ട് ചെയ്തിരുന്നു. കരിക്ക് കൊണ്ട് തല ഇടിച്ച് ചതച്ചു, കരിങ്കല്ല് കൊണ്ട് ശരീരത്തിൽ പലയിടങ്ങളിലായി ചതവുണ്ടാക്കി. ഈ തരത്തിൽ നഖങ്ങൾ പിഴുതെടുത്തു. ഇഞ്ചിഞ്ചായാണ് അന്ന് ആ യുവാവിനെ കൊലപ്പെടുത്തിയത്. അതേ കേസിലെ പ്രതികളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ഉള്ളതുപോലെ അതിക്രൂരമായി
ഒരു യുവാവിനെ കൊലപ്പെടുത്തുന്നത് ബാറിലുണ്ടായ ഒരു തർക്കമാണ്. അതായത് വഴിയിൽ നിന്ന് പോകുന്നതിന് തടസ്സമുണ്ടായി. ബാറിൻ്റെ വാതിൽ ഇങ്ങനെ നിന്നപ്പോൾ, കൂട്ടം കൂടി നിന്നപ്പോൾ പോകുന്നതിൽ തടസ്സമുണ്ടായതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമാണ്. ആ തർക്കത്തിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ, 24 വയസ്സുള്ള ഒരാളിനെ തല്ലിക്കൊല്ലുന്നത്. ഇപ്പോൾ പോലീസ് കൃത്യമായി ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. CCTV ദൃശ്യങ്ങളാണ് ഇതിൽ നിർണായകമായത്. തൊട്ടടുത്ത് തന്നെ സിമൻറ്റും കമ്പിയുമൊക്കെ വിൽക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇവിടുത്തെ CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത്. തൊട്ടടുത്താണ് അഖിലിൻ്റെ വീട്. പെറ്റ് ഷോപ്പ് പോലെ, അതായത് പ്രാവിനെയൊക്കെ വളർത്തി വിൽക്കുന്ന രീതിയുണ്ട്. അതിന് തീറ്റ കൊടുത്തിരിക്കുമ്പോഴാണ് വൈകിട്ട് 5 മണിയോടുകൂടി ഇത് ഒരു ഈ അഖിലിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വിനോദ്, അത് വളരെ പ്രധാനമാണല്ലോ. അതെന്താണെന്നാണ് പോലീസ് നമുക്ക് വ്യക്തമാകുന്നത്, പോലീസ് പറയുന്നത്. കാരണം നേരത്തെ ഇത്തരം സംഘർഷങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് കേസുകളിലോ വല്ല ഉൾപ്പെട്ടിരുന്ന ഒരാളാണോ അഖിൽ? അതോ ഈ പറഞ്ഞതുപോലെ പ്രാവ് കച്ചവടവും പെറ്റ് ഷോപ്പും ഒക്കെ ബന്ധപ്പെട്ട് ഒതുങ്ങി ജീവിച്ചിരുന്ന ഒരാളാണോ? നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് ഇയാൾ അത്തരത്തിൽ മാത്രം അധികം ഇടപെടലുകളൊന്നുമില്ലാതെ ജീവിച്ചിരുന്ന ഒരാളാണെന്ന് മനസ്സിലാകും. നമ്മൾ DCP നിതിൻ രാജിനോട് ഈ കാര്യം ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതുവരെ അഖിലിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല. അത് സംബന്ധിച്ച് ഇതുവരെ ഒരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല എന്നാണ് DCP പറയുന്നത്. അതായത് അഖിലിന് അങ്ങനെ അഖിൽ അറിയപ്പെടുന്ന ഒരു കുപ്രസിദ്ധനായ കുറ്റവാളിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളോ നിരന്തരം സംഘടനകളിൽ ഏർപ്പെടുന്ന ഒരാളോ അല്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് DCP പറയുന്നത്. അവിടെയാണ് ഈ മറ്റൊരു ക്രിമിനൽ സംഘം, ഗുണ്ടാ സംഘം ഒരു കൊലപാതകത്തിൽ ഉൾപ്പെടുകയും ജാമ്യത്തിൽ നിൽക്കുകയും ചെയ്യുന്നവർ വീണ്ടും ഒരു ക്രൈം ചെയ്യുക എന്നത് അത് പെട്ടെന്ന് ബാറിൽ വെച്ചുണ്ടായ ഒരു തർക്കത്തിൻ്റെ പേരിൽ ഒരാൾ കൊല്ലപ്പെടുന്നതല്ല, മറിച്ച് അവിടെ ഉണ്ടായ തർക്കത്തിൻ്റെ പേരിൽ വിഴിഞ്ഞത്ത് നിന്ന് ഒരു കാറിൽ, അത് റെന്റിനെടുത്ത കാറാണ്, അവിടെ തന്നെ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ആ വാഹനത്തിൽ 4 പേർ വരുന്നു, ഒരാൾ വാഹനത്തിൽ തന്നെ ഇരിക്കുന്നു. മറ്റ് 3 പേർ ഈ യുവാവിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഓടിക്കയറുന്നതാണ് അടുത്ത കോമ്പൗണ്ടിലേക്ക്. അവിടെ വെച്ചാണ്, ആ CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ ഉള്ളത്. ആ CCTVക്കുള്ളിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതായത് ഒരാളെ കമ്പി വടി കൊണ്ട് തല തല്ലി പൊളിക്കുകയാണ്. ഈ തലയോട്ടി 2ആയി പിളർന്ന നിലയിലായിരുന്നു. അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ വീട്ടുകാരും പരിസരവാസികളും കൂടി യുവാവിനെ എടുക്കുമ്പോൾ, അഖിലിനെ വാഹനത്തിൽ കയറ്റാൻ എടുക്കുമ്പോൾ തലയോട്ടി 2ആയി പിളർന്ന അവസ്ഥയിലായിരുന്നു. അതായത് തുടർച്ചയായി അതായത് ഈ മരണം ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മിനിറ്റുകളോളം കമ്പിവടി കൊണ്ട് തല്ലുകയാണ് ഈ യുവാവിനെ. അതിനുശേഷം മരണം ഉറപ്പാക്കാൻ വേണ്ടി നിഷ്ഠൂരമായി സമീപത്ത് കിടന്ന കട്ട, ചുടുകട്ടയോ ഈ സിമെന്റ് കട്ടയോ മറ്റോ വെച്ച് ഇയാളുടെ തലയിലേക്ക് 6 തവണ ദേഹത്തേക്ക് എറിഞ്ഞ് മരണം ഉറപ്പാക്കിയ ശേഷമാണ് മടങ്ങുന്നത്. ഈ ബാറിലെ ഒരു നിസ്സാര തർക്കമാണ് ഇത്ര വലിയൊരു വൈരാഗ്യത്തിലേക്ക് പ്രതികളെ എത്തിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അവരുടെ ഒരു മാനസിക നില കൂടി പരിശോധിക്കേണ്ടി വരും വിനോദ്. അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. വലിയ സിമന്റ് കട്ടയാണ്, വലിയ ഭാരമുള്ള സിമന്റ് കട്ടയാണ് തുടർച്ചയായി ശരീരത്തിലും തലയിലേക്കുമൊക്കെയും ഇങ്ങനെ വലിച്ച് ഇടുന്നത്. അതായത് 6 തവണ തുടർച്ചയായി ഈ മർദ്ദിക്കുന്നു. കല്ല്, വലിയ ഭാരമുള്ള കല്ല് ശരീരത്തിലിടുന്നു. വീണ്ടും ഈ മർദ്ദനം തുടരുകയാണ്. അതായത് തീർത്തും പൈശാചികമായ രീതിയിൽ തന്നെ ഇവർ മർദ്ദിക്കുന്നു എന്ന കാര്യമാണ്. അതായത് ബാറിലുണ്ടായ തർക്കത്തിന്റെ പേരിൽ തിരികെ ഒരു കയ്യാങ്കളി എന്നത് ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് തീരുമാനിച്ചുറപ്പിച്ച രീതിയിൽ തന്നെയായിരുന്നു അവരുടെ പെരുമാറ്റം. വീടിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അവിടെ തല്ലുന്നു. അതിനപ്പുറത്തേക്ക് ഈ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് വടി കൊണ്ട് തല്ലുകയാണ്, വലിയ കട്ട കൊണ്ട് ശരീരത്തിൽ ഇടുകയാണ്. അങ്ങനെ കൃത്യമായി മരണം ഉറപ്പിക്കാൻ വേണ്ടി പ്രതികൾ ആലോചിച്ചുറപ്പിച്ച് ചെയ്ത ഒരു നടപടി എന്ന് തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഈ വാഹനം ഇവർ സഞ്ചരിച്ച വാടകയ്ക്കെടുത്ത വാഹനമാണ്. ആ കാറ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ സംഘത്തിലെ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളതായ വിവരമുണ്ട്. പക്ഷേ പോലീസ് ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല, ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മറ്റുള്ളവർ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നൊരു സൂചനയുണ്ട്. അതായത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്ത് ഇവർ ഉള്ളതായാണ് ഒരു സൂചനയുള്ളത്. ഏതായിരുന്നാലും ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം, ഈ CCTV ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറി. ഈ പ്രതികളെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിന്
ആരൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഈ ദൃശ്യങ്ങൾ വളരെ നിർണായകമായി. ഒരുപക്ഷെ അവർ പോലും കരുതിയിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സ്ഥലത്ത് അതിനകത്ത് ആ ഒരു കോമ്പൗണ്ടിനകത്ത് CCTV ഉണ്ടെന്ന് ഒരു ധാരണ ഈ പ്രതികൾക്കും ഉണ്ടായിരിക്കാനുള്ള ഇടയില്ല. ഏതായിരുന്നാലും ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതോടുകൂടിയാണ് ഇതിൻ്റെ എത്രമാത്രം ഭീകരമായാണ് ഈ കൊല നടത്തിയത് എന്നത് വെളിവായത്. ഈ 4 പേർക്ക് പുറമെ കൂടുതൽ ആളുകൾ ഈ ഗൂഢാലോചനയിലോ അല്ലെങ്കിൽ ഇതിന് പിറകിലോ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബന്ധുക്കളടക്കം ഉന്നയിക്കുന്നൊരു ആരോപണം കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നതാണ്. നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇത്തരമൊരു കൃത്യം ചെയ്തത്. കൊല്ലപ്പെട്ട അഖിൽ പെറ്റ് ഷോപ്പിന് പുറമെ മത്സ്യ വിൽപ്പന കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ തരത്തിൽ പോകുന്ന ഒരാളാണ്. അഖിലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 8 പേരും ഇപ്പോൾ ഈ കൊല നടത്തിയ സംഘത്തിലെ 3 പേരുമാണ് ബാറിൽ വെച്ച് നേരത്തെ തർക്കമുണ്ടായത്. നേരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ കരമന അനന്തു ഗിരീഷിന്റെ കൊലപാതകത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അനന്തു ഗിരീഷിനെ കൊന്നത് മറ്റു തരത്തിലാണ്, KGF മോഡൽ കൊലപാതകം എന്നൊക്കെ അതിനെ വിശേഷിപ്പിച്ചിരുന്നതാണ്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ അത് കൃത്യമായി പോലീസ് കുറ്റപത്രം നൽകിയെങ്കിലും ട്രയൽ നടപടികളുമായി ബന്ധപ്പെട്ട ചില കാലതാമസങ്ങൾ സംഭവിച്ചിരുന്നു. അതിനാൽ ഇപ്പോൾ ട്രയൽ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ പ്രതികൾക്ക് പുറത്ത് സ്വൈര്യമായി വിഹരിക്കാനുള്ള അവസരം ഉണ്ടാവുകയാണ്. ഇവർ തന്നെയാണ് ഈ രണ്ടാമത്തെ കൊലപാതകത്തിൻ്റെ പിന്നിലെന്ന് പറയുമ്പോൾ ഇത്തരം കർത്തവ്യങ്ങൾ, ഇത്തരം വലിയ കൊലപാതകങ്ങൾ നടത്തുന്നവർക്ക് സമൂഹത്തിൽ ഇങ്ങനെ വിഹരിക്കാൻ സാധിക്കുമെന്നും മറ്റുള്ള ജീവനുകൾ എടുക്കാൻ സാധിക്കുമെന്നും വൈരാഗ്യത്തിൻ്റെ പുറത്ത് ഇങ്ങനെ എന്തും ചെയ്യാൻ സാധിക്കുമെന്നും ഒക്കെയുള്ള ഒരു വേർഷനാണ് പുറത്തു വരുന്നത്. അത് എത്രത്തോളം നമ്മുടെ സ്വൈര ജീവിതത്തിന് തടസ്സമാകുന്നു എന്നുള്ളത് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെയൊക്കെ ഒരു പരാജയമായി കൂടി അതിന് നിയമ വിദഗ്ധർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊരു സങ്കീർണമായ പ്രശ്നമാണ് രഞ്ജിത്ത്. അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ക്രൈം നടന്നാൽ പിന്നെ അതിൻ്റെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകുക. അത് അന്വേഷണ സംഘങ്ങളൊക്കെയും പ്രമാദമായ കേസുകളിൽ വളരെ പെട്ടെന്ന് തന്നെ കുറ്റപത്രം നൽകാറുണ്ട്. സ്വാഭാവിക ജാമ്യം നിഷേധിക്കുന്നതിന് വേണ്ടിയാണ്. എങ്കിൽ തന്നെയും പിന്നീട് ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയും വിചാരണ ദീർഘകാലത്തേക്ക് നീണ്ടു പോവുകയും വിചാരണ തുടങ്ങിയാൽ തന്നെ പലപ്പോഴും കേസുകൾ മാറ്റിവെക്കുകയും ഏതെങ്കിലും കാലത്ത് അതിൻ്റെ വിചാരണ പൂർത്തിയാകുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിയമ സംവിധാനം, അത് നമ്മൾ ചർച്ച ചെയ്താൽ മാത്രം മതിയോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. വലിയ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏതായിരുന്നാലും അത് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഒരു വലിയ ക്രൈം ചെയ്യുകയും എന്നിട്ട് അവർക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും, കൊടും കുറ്റവാളികളാണ് അവർ, ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും വീണ്ടും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇതിൻ്റെ നടപടി ജാമ്യം വീണ്ടും റദ്ദാവുക, വീണ്ടും ജയിലിൽ പോവുക, വീണ്ടും ഇതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നതൊക്കെയുമാണ്. ഏതായിരുന്നാലും ഇവർക്ക് അതിനുള്ള മനോധൈര്യം വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കാപ്പ ചുമത്തി പലപ്പോഴും ഗുണ്ടകളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ പേര് പറഞ്ഞ് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി പോലീസിൻ്റെ ചില പദ്ധതികളൊക്കെ വരും. ഏറ്റവും ഒടുവിൽ നടപ്പാക്കിയ പദ്ധതി ശ്രീ KG സൈമൺ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സൈമൺ, നമ്മൾ ഈ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. കാരണം ഇവിടുത്തെ ഒരു പ്രശ്നം, ഈ ഒരു കേസിൽ മറ്റൊരു കേസിൽ വിചാരണ ഇരിക്കുന്ന പ്രതികളാണ് ഇവരുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളുണ്ട്. കൊടും ക്രിമിനൽസാണ്, കൊടും കുറ്റവാളികളാണ്. പക്ഷെ അവർക്ക് നമ്മുടെ സമൂഹത്തിൽ മറ്റൊരു കൊലപാതകം നയിക്കാൻ അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു ധൈര്യം കൂടി ലഭിക്കുന്ന പശ്ചാത്തലത്തെ എങ്ങനെ ചേർത്ത് വായിക്കണം? നമ്മുടെ നിയമ സംവിധാനം പലപ്പോഴും ഇവരെ കൃത്യമായി നിരീക്ഷിക്കുന്നതിലും ഇവർക്ക് അർഹമായ ശിക്ഷ നൽകുന്നതിലും പരാജയപ്പെടുന്നു എന്നുകൂടി ചേർത്ത് വായിക്കണ്ടേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് കാണുമ്പോൾ? ഇത് രണ്ടു തരത്തിൽ കാണണം. ഒന്ന്, നമ്മൾ ഈ ഇതിന്റെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അതായത് ഒരു കുറ്റവാളിയെ ശിക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവന് സസ്പെക്ട് ശിക്ഷിച്ചിട്ട്, കുറ്റവാളി ശിക്ഷിക്കണം നിർബന്ധമില്ല, പക്ഷെ അയാൾക്ക് സസ്പെക്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ റൗഡി ശിക്ഷിച്ചിട്ട് ഉൾപ്പെടുത്തി വാച്ച് ചെയ്യാൻ ഒരു കാര്യം നമുക്കുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്താണ് കാപ്പയെല്ലാം നമുക്ക് ചുമത്താൻ പറ്റുന്ന തരത്തിൽ ആ കാര്യങ്ങൾ പിന്നെ കേസുകൾ വരുന്തോറും കാപ്പ ചുമത്തി നമുക്ക് നാട് കടത്താനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് നടപടികളൊക്കെ എടുക്കാനുള്ള ഒരു നിയമവശമായ കാര്യങ്ങളുണ്ട്. ഇത് പലപ്പോഴും നമുക്ക് പോലീസിൽ നമുക്ക് എത്രത്തോളം പ്രായോഗികമായിട്ട് നടത്തി വരാൻ പറ്റത്തില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. വരുന്ന വെച്ചാൽ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള മോണിറ്ററിങ് വളരെ ആവശ്യമാണ്. ഒരു സ്ഥലത്ത് ഒരു SP അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ചെല്ലുമ്പോൾ ആദ്യം പണ്ടൊക്കെ അവിടെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ആരാണ്, ഇങ്ങനെയുള്ള ഗുണ്ടകൾ ആരാണ്, ആരൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അന്വേഷിച്ച് അവർ നിലപാട് എങ്ങനെയാണ്, അവരിപ്പോഴും അവർ പോക്ക് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ രഹസ്യമായിട്ട് തന്നെ അന്വേഷിക്കാറുണ്ട്. അന്വേഷിച്ച് കഴിഞ്ഞാൽ ശക്തമായ നടപടി എടുത്തുകൊണ്ടാണ് പല കേസുകളും ഇല്ലാതായിട്ടുള്ളത്. ഇത് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരുന്നത് വരേണ്ടതായിട്ടുണ്ട്. അപ്പം
പിന്നെ വേറെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടാമത് ചോദിച്ചൊരു ഭാഗമുണ്ട്. അതായത് ഈ കോടതിയിൽ കേസുകൾ വരുമ്പോൾ ആ കേസുകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ശിക്ഷ എങ്ങനെയാണെന്നുള്ളതാണ്. പല കോടതികളും ചില കോടതികളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് നടത്താറുണ്ട്. ചിലപ്പോഴത് അത്ര ഇഷ്ടപ്പെടാറുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷെ കോടതി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അവര് ഇപ്പൊ കോടതി എന്ത് പറഞ്ഞു ഇതിനകത്തൊന്നും തിരിച്ചു പറയാനും പറ്റത്തില്ല. ഓരോരുത്തർ വീക്ഷണങ്ങളാണ് ഇതിലൊരു പ്രശ്നമുണ്ട്. നിയമവും വീക്ഷണവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നിയമം ഒരു സ്ഥലത്ത് നിൽക്കുകയും നമ്മൾ വീക്ഷിക്കുന്ന ഭാഗം ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഭാഗമുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അത് പോലീസ് ഓഫീസർക്കും അതെ ജുഡീഷ്യൽ ഓഫീസർമാർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാര്യത്തെ എങ്ങനെ നമ്മൾ വീക്ഷിക്കുന്നു, എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്, അതെങ്ങനെയാണ് നമുക്ക് ആക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ആ ഇൻസിഡന്റിനെ വേണ്ടി കവർ ചെയ്യാനും ചെയ്യാം. രണ്ടും ബന്ധത്തിൽ ചെയ്യാൻ പറ്റും, നല്ല ജോലി അറിയാവുന്ന ആളാണെങ്കിൽ. പക്ഷേ അവിടെയാണ് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ചില കേസിലൊക്കെ എനിക്കറിയാം പലപ്പോഴും ഇന്റർപ്രിട്ടേഷൻ വരുന്നത് പ്രതിക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ അതിനുള്ള അഡ്വക്കേറ്റ്സിന്റെ ഇന്റർപ്രിട്ടേഷൻ, അവരുടെ ഒരു കാര്യങ്ങളെ അതെല്ലാം വരുന്നുണ്ട്. അപ്പം ഇതിന് ഇതിന് വിരുദ്ധമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തവും സത്യമായിട്ട് നമ്മൾ കോടതി നല്ല രീതിയിൽ അവതരിപ്പിച്ചാൽ മാത്രമേ അത് മുന്നോട്ട് ഉള്ളൂ. ഈ കോടതികൾ ഈ പ്രയോറിറ്റി നൽകുന്ന കേസുകൾ, അതായത് മനുഷ്യജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകേണ്ട തരത്തിൽ ഒരു പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി ഇല്ലേ ഈ കേസുകളുമായി ബന്ധപ്പെട്ട്? പലപ്പോഴും നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഈ സമൂഹത്തിലെല്ലാം തെറ്റും കുറ്റങ്ങളുമൊക്കെയാണ്, പക്ഷേ മറ്റ് കേസുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നൊരു വേർഷനും കൂടി നിയമമേഖലയിൽ നിന്ന് വരുന്നുണ്ട്. അതെ, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. പണ്ടൊക്കെ ഞങ്ങള് ഇപ്പോഴത്തെ പോലീസ് ഓഫീസർമാരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടി കൊടുത്തു പോകും, ചില പ്രതികൾക്കൂട്ട് അടി കൊടുത്തു. കാരണം വെച്ചാൽ ചില സ്ത്രീകളെ ഉപദ്രവിക്കുന്നവര് എന്നുവെച്ചാൽ അവരവിടെ ഇറങ്ങി നാട്ടിൽ നിന്ന് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട് ഈ നല്ല ഇതുപോലെ വൃത്തികൾ കാണിക്കുന്നവര്. നമ്മൾ ചോദിക്കാനും പറയാനില്ലാത്ത ആൾക്കാരെ പണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് ചെവിക്കലിനൊക്കെ 1-2 വെച്ച് കൊടുത്തിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. അത് ജനം ഭയങ്കര സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് കസ്റ്റഡി വന്നതിന് ശേഷം നമ്മുടെ കസ്റ്റഡിയിലെടുത്ത് കൈവച്ചതിന് ശേഷം അടിക്കാൻ പാടില്ല, ഒരു കാരണവശാലും അടിക്കാൻ പാടില്ല. അത് ഞാൻ പറയുന്നതാണ്. അത് പണ്ടും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സർവീസ് ഉള്ളപ്പോഴും പറഞ്ഞിട്ടാണ്. ഈ രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ കോടതിയിൽ നിന്ന്, ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നൊക്കെ ചിലപ്പം പ്രതിഭാവം പോലും ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഇവര് എടുത്തിടുകയും അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല ഡിഫെൻഡ് ചെയ്യാതെ വരികയും ആ പ്രതി രക്ഷോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അന്വേഷിച്ചു കൊണ്ടുവന്ന കേസുകൾ ചില കാര്യത്തിലേക്ക് വേണ്ടി കൊണ്ടുവന്ന് ഡൈവേർട്ട് ചെയ്ത് അതിങ്ങനായി അങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കേസിൽ പ്രതിക്ക് ഒരു വാതിലുണ്ടായിരുന്നല്ലോ, അതിലിറങ്ങി പോകാമായിരുന്നല്ലോ. പ്രതി എന്തുകൊണ്ട് ജനൽ തുറന്ന് ഇറങ്ങിപ്പോയി, അത് തെറ്റല്ലേ, അങ്ങനെ ഇറങ്ങിപ്പോകാൻ പാടുണ്ടോ എന്നുള്ളൊരു കേസ് ഒരു ജഡ്ജ്മെന്റ് വന്നതായിട്ട് എനിക്കറിയാം. പക്ഷെ വാതിൽ തുറന്നാൽ തന്നെ താഴേക്ക് നമുക്ക് കാണാൻ പറ്റും, വാതിൽ തുറന്നിട്ടുണ്ട്. അതിന്റെ താഴെ അവന് സേഫ് എപ്പോഴും ജനൽ തുറന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. അതിനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് അത് പോലീസ് അങ്ങനെ ഇതില്ല, അതെന്തുകൊണ്ടാണ് അത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ. അപ്പം നമ്മള് എല്ലാരും കൂടെ ഒരുമിച്ച് സഹകരിച്ചാൽ മാത്രമേ സമൂഹത്തിൽ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ആക്ട് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ പോലീസിന് അതിന് ശക്തമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഇതിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം പോലീസ് പ്രവർത്തി കഴിഞ്ഞിട്ടുണ്ട്, ഇത് മാറും തീർച്ചയായിട്ടും. അതായത് എനിക്ക് പിന്നെ വേറെ കാര്യം എനിക്ക് പറയാം, ഒന്നിനും പറഞ്ഞിട്ടേ നിർത്താം. അതായത് വേറെ കാര്യം പറയാം, ഞാനിപ്പോ ഈയിടെയായിട്ടുള്ള ഒത്തിരി കേസുകൾ കാണുമ്പോൾ എല്ലാം പോലീസ് നല്ല തന്നെ അന്വേഷിച്ച കേസ് ചാർജ് ഷീറ്റ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ ഒത്തിരി ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ കേസുകൾ പിടിക്കുന്നുണ്ട്. ഈ എറണാകുളത്തെ കേസുകൾ അതൊന്ന് നല്ല സൈനാണത്, നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് പോലീസിന്റെ പുറത്ത് നമ്മൾ കുറ്റം പറഞ്ഞില്ല, അവര് നല്ല ഭംഗിയായ രീതിയിൽ ഏത് കേസ് പിടിക്കാതിരിക്കുന്നു, എല്ലാ കേസും പിടിക്കുന്നില്ല അവര്, എല്ലാ കേസും പിടിക്കുന്നുണ്ട്, എല്ലാ കേസുകളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതി തന്നെ മുന്നോട്ട് പോകും. എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മളതിനെ
എതിർക്കണം. അതാണ് വേണ്ടത്. തീർച്ചയായും നന്ദി ശ്രീ KG സൈമൺ ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണത്തിന്. വിനോദ്, ഏതായാലും ഈ 4 പ്രതികളിൽ ഒരു പ്രതിയെക്കുറിച്ചുള്ള വിവരം കിട്ടിയെന്നും നമുക്ക് ലഭിക്കുന്ന വിവരം എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകണം, പ്രതികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാതിരിക്കണം, അത്തരം മുൻകരുതലുകൾ ഇനി സ്വീകരിക്കണം, ഇവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കണം, ഇത്തരം പ്രവർത്തനങ്ങൾ ഇവരിനി ഏർപ്പെടാതിരിക്കണം. അപ്പോൾ അതിനുള്ള ജാഗ്രത പോലീസ് ഇതിനകം എടുത്തു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ, അല്ലേ? രഞ്ജിത്ത്, കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. തെക്കൻ ജില്ലകൾ, അതോടൊപ്പം തന്നെ തമിഴ്നാട് കേരള അതിർത്തി, ഇവർക്ക് നേരത്തെ തന്നെ അവിടവുമായി ബന്ധമുണ്ട് എന്ന ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നത്. ഏതായിരുന്നാലും പ്രതികളെ വളരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഇങ്ങനെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണെന്ന് DCP തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. മുൻപ് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഇനി വളരെ പെട്ടെന്ന് പിടികൂടുക എന്നുള്ളതാണ്. ഇവരുടെ സഞ്ചാരം, ഇവർ എവിടേക്കാണ് പോകുന്നത്, അത്തരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിരീക്ഷിക്കുക. ഇവർ സഞ്ചരിച്ചെത്തിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നോവ കാറാണ്, അത് വാടകയ്ക്കെടുത്തതാണ്. ആ വഴിക്കുള്ള അന്വേഷണവും ഒക്കെയുമുണ്ട്. ഇവർക്ക് എങ്ങനെയാണ് വാഹനം തരപ്പെടുത്തി കൊടുത്തത്, ആരാണ് ആ വാഹനം അങ്ങനെ തരപ്പെടുത്തി കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതികൾ പെട്ടെന്ന് വലയിലാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായിരുന്നാലും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇത്തരത്തിൽ കൊടും ക്രിമിനലുകൾ അവർ ജാമ്യത്തിലിറങ്ങി വീണ്ടും സമാനമായ രീതിയിൽ കുറ്റകൃത്യം നടത്തുന്നു, അല്ലെങ്കിൽ കൊലപാതകങ്ങൾ നടത്തുന്നു. ഇത് നിയന്ത്രിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഏതായിരുന്നാലും ഇന്ന് മന്ത്രി V ശിവൻകുട്ടി കൊല്ലപ്പെട്ട അഖിലിന്റെ വീട്ടിലെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് അടിയന്തരമായ നടപടികൾ ഉണ്ടാകും, പോലീസിന്റെ ഭാഗത്തു നിന്ന് കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ശരി, VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചതായാലും തിരുവനന്തപുരം ഞെട്ടിത്തെറിച്ചു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ കൊലപാതകത്തിന്റെ അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ കഴക്കൂട്ടം കഴിഞ്ഞ കുറേ നാളുകളായി പോലീസിന്റെ നിരീക്ഷണ വലയത്തിലുണ്ട്. മറ്റൊന്നുമല്ല, ഗുണ്ടാവളയാട്ടം ഒരുപാട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം ബാറിലുണ്ടായ ഒരു കൊലപാതകം അത് വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്ത് കൊടും ക്രിമിനലിന്റെ വിളയാട്ടമുണ്ടായി. കഴക്കൂട്ടം ഫാത്തിമപുരം സ്വദേശി സ്റ്റാലിന്റെ വീട് തീവച്ച് നശിപ്പിച്ചു. കഴക്കൂട്ടം കഠിനംകുളം പോലീസ് സ്റ്റേഷനുകളായി 40ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഈ കുപ്രസിദ്ധ ഗുണ്ട പഞ്ചായത്തുണ്ണി എന്ന ഉണ്ണിയാണ് അതിക്രമം കാട്ടിയത്. സ്റ്റാലിന്റെ മാതാവിന്റെ വീട് കയറി ആക്രമിച്ചതിന് കേസ് കൊടുത്തിട്ടുള്ളതിലുള്ള വിരോധമാണ് ഈ ആക്രമണത്തിന് കാരണം. ഇയാൾ സ്ഥലത്തെത്തിയ വിവരമറിഞ്ഞ് കഴക്കൂട്ടം പോലീസ് എത്തിയെങ്കിലും പാർവതി പുത്തനാർ നീന്തിക്കടന്ന് മറുകരയിലുള്ള വീടിന് തീയിടുകയായിരുന്നു. പോലീസും അഗ്നിശമന സേനയും തീയണച്ചെങ്കിലും വീട് പൂർണ്ണമായും നശിച്ചു. കൂട്ടാളികളുമായി ഒളിവിൽ പോയ ഇയാളെ മുരുക്കുംപുഴയിലെ രഹസ്യ കേന്ദ്രം വളഞ്ഞ് പോലീസ് പിടികൂടി. അരുൺ മോഹൻ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഇയാൾ ഒരു കുപ്രസിദ്ധ ഗുണ്ടയാണ്. 40 കേസെന്ന് പറഞ്ഞ് നിസ്സാരമല്ല. പോലീസിന്റെ നിരീക്ഷണ വലയത്തിലുണ്ട് എങ്കിൽ പോലും ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് ഇയാളെ എത്തിച്ചതിന്റെ കാരണം എന്താണ്? രഞ്ജിത്ത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിരവധി കേസിലെ പ്രതിയാണ് ഈ പറയുന്ന ഉണ്ണി, പഞ്ചായത്ത് ഉണ്ണി എന്ന രതീഷ്. ഇദ്ദേഹം കഠിനംകുളം കഴക്കൂട്ടം ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഇയാൾക്ക് 40ലധികം കേസുകൾ വിവിധ സ്റ്റേഷനിലുണ്ട്. ജില്ലയിലെ പല സ്റ്റേഷനിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു അവിടെയുള്ള ഒരു പ്രദേശവാസിയുമായുള്ള ഒരു തർക്കമുണ്ടായിരുന്നു. അയാളുമായുള്ള ഒരു പ്രശ്നമുണ്ടായി. അയാളെ പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ ഇദ്ദേഹത്തിനെ മർദ്ദിക്കുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ വീട് കയറി ആക്രമിക്കുന്നു. അവിടെയും പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ഇയാൾ കസ്റ്റഡി പോവുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ഇദ്ദേഹം വീണ്ടും വന്ന് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി വരുന്നുവെന്നറിഞ്ഞ് പോലീസ് നിരീക്ഷണത്തിലായിരുന്നെങ്കിലും പോലീസിനെ വിട്ടിച്ച് സിനിമാ കഥയെ വെല്ലുന്ന തരത്തിൽ പാർവതി പുത്തനാർ നീന്തിക്കിടന്നായിരുന്നു ഇദ്ദേഹം സ്ഥലത്തെത്തി തീയിട്ട് മടങ്ങിയത്. പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് അഗ്നിശമന സേനയെത്തി പോലീസിന്റെ സഹായത്തോടെ തീയണച്ചെങ്കിലും ആ വീട് പൂർണ്ണമായി അഗ്നിക്കിരയാവുകയായിരുന്നു ചെയ്തത്. എന്തായാലും പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂട്ടാളികൾക്കൊപ്പം ഒളിവിൽ പോവുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ രഹസ്യ കേന്ദ്രം വളഞ്ഞായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. രഞ്ജിത്ത്, ഈ സ്റ്റാലിന്റെ മാതാവിന്റെ വീട് കയറി ആക്രമിച്ചതിന് ഇയാൾ സ്റ്റാലിൻ കേസ് കൊടുക്കുന്നു. തുടർന്ന് ഇത്ര വലിയ വൈരാഗ്യത്തിലേക്ക് കാരണങ്ങൾ എത്തുന്നു. പോലീസ് ഇയാൾ വന്നത് സ്ഥലത്തെത്തിയതറിഞ്ഞ് എത്തിയെന്നാണ് മനസ്സിലാകുന്നത്, അല്ലേ? അപ്പോൾ അയാൾ ഈ പാർവതി പുത്തനാരൊക്കെ നീന്തിക്കിടന്നും അപ്പുറത്ത് ചെല്ലുന്നു, തീയിടുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലീസ് ഈ സമയത്തൊക്കെ ഇയാളെ പിന്തുടരുകയായിരുന്നു. എന്തായിരുന്നു ആ സമയത്തെ ഒരു സാഹചര്യം?
തീർച്ചയായും ഇയാൾ വരുമെന്ന പോലീസിന് ഒരു ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. ഇയാൾ ആക്രമണം നടത്തുമെന്നും ഇവിടെ ചെയ്യുമെന്നും ഒക്കെ ഒരു ഇന്റലിജൻസ് ഉണ്ടെങ്കിലും ഇയാൾ വരുന്ന ഒരു മാർഗം പോലീസിന് അറിയില്ലായിരുന്നു. ഇയാളെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഇദ്ദേഹം പോകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ പോലീസ് നിരീക്ഷിച്ചെങ്കിലും ഇയാൾ അവരെല്ലാം കണ്ണി വെച്ചിട്ട് സിനിമ കഥയെ വെല്ലുന്ന സ്റ്റൈലിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു കടന്നുവരവ്. പുഴ നീന്തി കടന്നെത്തി കൃത്യം നിർവഹിച്ച് മടങ്ങുകയായിരുന്നു. അപ്പോൾ പോലീസിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല. ആ സമയം ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ ഇയാൾ അദ്ദേഹത്തിന്റെ കൃത്യം നിർവഹിച്ച് കടന്നു കളയുകയാണ് ചെയ്യുന്നത്. എന്തായാലും അഗ്നിശമന എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമഫലമായ കാരണം അവിടെ വാഹനം എത്തുന്നതിന് ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ അത് മറികടന്ന് അവർ തീയണച്ചെങ്കിലും വീടിന്റെ സിംഹഭാഗവും കത്തിനശിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും പോലീസിന്റെ ഇടപെടൽ അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. എന്തായാലും 40ഓളം കേസിലെ പ്രതിയാണ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു സംഭവമുണ്ട്. അത് കൂടുതൽ ഈ പറയുന്ന ജാഗ്രത വേണമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇയാള് അതിനുശേഷം ഒളിവിൽ പോവുകയായിരുന്നു. രഹസ്യ കേന്ദ്രം വളഞ്ഞാണ് കസ്റ്റഡി എടുത്തതെന്ന് പറയുന്നു. ഈ ഒളിവിൽ കൂട്ടാളികളൊക്കെ ഉണ്ടായിരുന്നോ അതോ ഒറ്റയ്ക്കായിരുന്നോ? ഇയാളൊരു വലിയൊരു ഗുണ്ടാ സംഘത്തിന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന ആളാണോ? എന്താണ് ഇയാളുടെ ഒരു പശ്ചാത്തലം? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ രഹസ്യ കേന്ദ്രത്തിൽ കൂട്ടുകാർക്കൊപ്പം നിൽക്കുമ്പോഴാണ് പോലീസ് വളഞ്ഞു പിടികൂടിയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് വരാനുണ്ട്. പോലീസ് ഇപ്പോൾ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് നമുക്ക് അവസാനം കിട്ടുന്ന ഒരു വിവരം. ഇദ്ദേഹത്തിന്റെ ഈ വീട് വളഞ്ഞു ഒളിവിൽ കഴിയുന്ന സ്ഥലത്ത് നിന്ന് രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് വളഞ്ഞു പിടിച്ചു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മറ്റു വിവരങ്ങൾ നമുക്കിപ്പോഴും വ്യക്തതയില്ല. എന്തായാലും അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം കൂട്ടാളികൾ ഉണ്ടായിരുന്നു. ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി ആണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഴക്കൂട്ടം ഈ മേനംകുളമോ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറേ നാളുകളായി പലവിധ ഗുണ്ടാ ഇടപാടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അരുൺ. കാരണം കഴിഞ്ഞ ദിവസം ബാറിലൊരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച കൊലപ്പെടുന്നു. ഈ പിറന്നാൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിരവധി ഗുണ്ടകളുടെ സാന്നിധ്യമുണ്ട്. പോലീസ് ഈ ഒരുപാട് ജോലിയുള്ള ഒരു സ്റ്റേഷൻ കൂടിയാണ് കഴക്കൂട്ടം. പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കുന്നുണ്ടോ? എന്താണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന വിശദീകരണം? പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കഴക്കൂട്ടത്ത് മാത്രം മാറി നിൽക്കുന്ന ഒരു വിഷയമല്ല. ജില്ലയുടെ തെക്കൻ മേഖലയിൽ ഉൾപ്പെടെ നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഗുണ്ടാവിളയാട്ടവും തുടർന്നുള്ള പോലീസിന്റെ വീഴ്ചകളൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ പോലീസ് പിടിക്കുന്ന പ്രതികൾ പോലും പോലീസിൽ നിന്ന് ചാടിപ്പോകുന്ന ഒരവസ്ഥ. പലയിടത്തും ഗുണ്ടാ വിളയാട്ടങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു ദിനം പ്രതി. അത് നമുക്കതൊരു വീഴ്ചയായും ഗൗരവമായി തന്നെ കാണാം. ഈ പറഞ്ഞതുപോലെ കഴക്കൂട്ടം മാത്രമല്ല, ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിലൊക്കെ പോലീസ് വളരെ ജാഗ്രത പുലർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഓരോ ദിവസവും പിന്നിടുമ്പോഴും നമുക്ക് ജനങ്ങളോട് പങ്കുവെക്കാൻ കഴിയുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴക്കൂട്ടത്ത് ഗുണ്ടാ വിളയാട്ടം, അത് ഈ പറഞ്ഞതുപോലെ ഒരാളുടെ വീട് നശിപ്പിക്കുന്നു. ഈ അമ്മയുടെ വീട് തീയിട്ടതിലുള്ള വിരോധം, അതിൽ കേസ്, മാതാവിൻ്റെ വീട് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തതിലുള്ള വിരോധമാണ് അതിക്രമത്തിന് കാരണമാകുന്നത്. കഴക്കൂട്ടം പോലീസ് ഇയാളെ അവസാനം അറസ്റ്റ് ചെയ്തു. ഇയാൾ പോലീസ് എത്തിയറിഞ്ഞ് നീന്തി രക്ഷപ്പെടുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഗുണ്ടാ സംഘങ്ങളുടെ ഒരു വിളയാട്ടം ഇവിടെ കഴക്കൂട്ടത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദൃശ്യങ്ങളിലൊക്കെ അത് കാണാം. പോലീസ് ഈ മേഖലയിൽ ഒരുപാട് പാടുപെടുന്നുണ്ട് ഈ ഗുണ്ടകളെ അമർച്ചയാനായി. പക്ഷേ അപ്പോഴും ഇവരുടെ വിളയാട്ടം ഇവിടെ വല്ലാതെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. 40ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണ്. പഞ്ചായത്തുണ്ണി എന്നാണ് ഇയാൾ ഗുണ്ടാ സംഘങ്ങൾക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ അറിയപ്പെടുന്നത്. ഇയാളാണ് അതിക്രമം കാട്ടിയത്. ഈ സ്റ്റാലിൻ എന്ന ആളുടെ മാതാവിൻ്റെ വീട് ആക്രമിച്ചതിനുള്ള കേസ് കൊടുത്തതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇപ്പോൾ ഇത്തരം തീ വെച്ച് നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ അത് വ്യക്തമായി കാണാം. പോലീസും ഫയർഫോഴ്സും മറ്റുമെത്തി തീ അണച്ചാണ് ഭാഗികമായെങ്കിലും ഈ വീടിനെ രക്ഷപ്പെടുത്തിയത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ് സ്പോട്ട് ലൈവ്. അതായത് മറ്റൊരു കൊടും ക്രൂരതയുടെ വാർത്തയാണ് ഇനി. കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച് മകനും കുടുംബവും കടന്നുകളഞ്ഞു എന്നുള്ളതാണ്. തൃപ്പൂണിത്തുറ ഏലൂരിലാണ് സംഭവം. കിടപ്പ് രോഗിയായ ഷൺമുഖനെ ഉപേക്ഷിച്ച് മകൻ അജിത്തും കുടുംബവുമാണ് കടന്നുകളഞ്ഞത്. പരിസരവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വീട്ടുടമ എത്തി പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഷൺമുഖനെ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഒരു കൊടും ക്രൂരതയുടെ വാർത്തയാണ്. ഈ അച്ഛനെ ഇത്തരത്തിൽ ഉപേക്ഷിച്ച് പോകാൻ ഈ മകനെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഗൗരവമായി എടുത്തിട്ടുണ്ടല്ലോ വിഷയം.
രഞ്ജിത്ത്, അത്യധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഒരുപക്ഷെ ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ അരൂരിൽ, തൃപ്പൂണിത്തുറ അരൂരിൽ നിന്ന് ഈ വാർത്ത വരുന്നത്. ഇതിൽ ഇപ്പോൾ മകനും കുടുംബവും ഇവിടെ നിന്ന് മാറിയിരിക്കുന്നു. അച്ഛൻ വാടക വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് വരുന്നു. ഇപ്പോഴും മകൻ ഇത് സംബന്ധിച്ച് കൃത്യമായൊരു വിശദീകരണം പോലീസിനും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പരിസരവാസികളും പോലീസും എല്ലാം ഇതിലൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. കാരണം ഈ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി ഇവർ ഇവിടെ നിന്ന് മാറുന്ന ഒരു രീതിയിലായിരുന്നു. ഇന്ന് വീട്ടുടമസ്ഥൻ വീട് തുറന്നു നോക്കുമ്പോൾ വീട്ടുപകരണങ്ങൾ മറ്റൊന്നും തന്നെ ഇല്ല. ബാക്കിയാകുന്നത് തൻ്റെ തന്നെ പിതാവായ ഈ അജിത്തിൻ്റെ പിതാവായ ഷൺമുഖനാണ്, വയോധികനാണ്. ഒരു അപകടത്തെ തുടർന്ന് ശരീരം തളർന്ന അവസ്ഥയിലാണ്. ഈ മനുഷ്യൻ കഴിഞ്ഞ 1 ദിവസമായി ഭക്ഷണം തന്നെ കഴിച്ചിട്ടില്ല. വീട്ടിൽ തന്നെ കിടക്കുന്നൊരവസ്ഥയിൽ തന്നെ ആയിരുന്നു. ഇയാളെക്കുറിച്ച് ഈ അജിത്തിനെ പോലീസ് ബന്ധപ്പെടുമ്പോൾ അയാൾ യാത്രയിലാണ്, തീർത്ഥാടനത്തിന് പോയിരിക്കുന്നു, ഉടൻ തന്നെ എത്തുമെന്നെല്ലാം തന്നെ പറഞ്ഞൊഴിയുന്നു. കൃത്യമായ ഒരു മറുപടിയും നൽകുന്നില്ല. ഈ അജിത്തിന് 2 സഹോദരിമാർ കൂടിയുണ്ട്. അവരെയും പോലീസ് വിളിച്ചിട്ടും കാര്യമായൊരു പ്രതികരണം അവരിൽ നിന്ന് ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വയോധികനായ തങ്ങളുടെ പിതാവിനെ ഇവിടെ ഉപേക്ഷിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ സാഹചര്യങ്ങളെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. വയോജന നിയമപ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൗൺസിലറുടെ പരാതി ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. നിലവിൽ അദ്ദേഹത്തെ ചികിത്സയും മറ്റും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പാലിയേറ്റീവ് കെയർ പ്രവർത്തകരെത്തി ശുശ്രൂഷയും ഭക്ഷണവും മരുന്നും നൽകി ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവിടെ വിഷയങ്ങളുണ്ടായിരുന്നു എന്നാണ് പരിസരവാസികൾ പറയുന്നത്. ഇയാൾ കഴിഞ്ഞ 4 മാസമായി വീടിന് വാടക നൽകിയിട്ടില്ല. ഇത് സംബന്ധിച്ച് വീട്ടുടമയും ഈ അജിത്ത് എന്ന് പറയുന്നയാളും തമ്മിൽ തർക്കമുണ്ട്. അജിത്ത് ഒരു ഡ്രൈവറായിട്ട് ജോലി നോക്കുകയാണ്. അജിത്തിന് സാമ്പത്തിക കാര്യങ്ങളുണ്ട്. ഇതിൽ കുടുംബ സ്വത്ത് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഈ പിതാവിൻ്റെ ചികിത്സ സംബന്ധിയായ കാര്യങ്ങളിലും സഹോദരിമാരുമായി ഇയാൾ തർക്കം നിലനിന്നിരുന്നു. അവർ ഈ പിതാവിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും ഇയാൾ സമ്മതിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം അവരെ വീട്ടിലേക്ക് കയറ്റി പിതാവിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ വരുമ്പോൾ അവരെ വീട്ടിലേക്ക് കയറ്റുന്നില്ല എന്ന പരാതിയും നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇയാളെ പിതാവിനെ ഉപേക്ഷിച്ച നിലയിൽ തന്നെ എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് എത്തി നിൽക്കുന്നത്. കാരണം സാഹചര്യങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. വീട്ടിലെ മറ്റ് വീട്ടുപകരണങ്ങളോ സാധനങ്ങളോ ഒന്നും തന്നെയില്ല. ഈ അച്ഛൻ കിടന്ന ആ ഒരു കട്ടില്, ഒപ്പം അദ്ദേഹത്തിൻ്റെ ചികിത്സ സംബന്ധിയായ കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെയുള്ളൂ. വീട്ടുപകരണങ്ങളെല്ലാം തന്നെ നേരത്തെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടാകുന്നത് തന്നെയാണ് പറയുന്നത്. വീട്ടുടമസ്ഥനും അത് ശരിവെക്കുന്നുണ്ട്. ഇയാളുമായുള്ളൊരു തർക്കം നിലനിന്നിരുന്നു. വാടക തരാതിരുന്നത് സംബന്ധിയായ തർക്കമായിരുന്നു നിലനിന്നിരുന്നത്. ഇതിനുശേഷം കൃത്യമായൊരു മറുപടി ഇയാൾ നൽകിയിരുന്നില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പിതാവിനെ കൂടി അങ്ങനെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അച്ഛനെ ഉപേക്ഷിച്ച് ഈ മകൻ കടന്നു കളഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വാർഡ് കൗൺസിലറും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും പ്രതികരിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. കേസെടുക്കുന്നുണ്ട്. സ്വമേധയാ നമ്മൾ കൗൺസിലറുടെ മൊഴി വാങ്ങിച്ചു, അല്ലെങ്കിൽ സ്വമേധയാ കേസെടുക്കാം. അത് ഉപേക്ഷിച്ചതാണ്. ഇപ്പം മക്കളെയൊക്കെ നമ്മൾ 2-3 വട്ടം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാരും തയ്യാറല്ല. പിന്നെ അതുപോലെ തന്നെ ഇവർ കളക്ടറുടെ അടുത്തൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മുന്നേ നമ്മളും സ്റ്റേഷനിലൊക്കെ വിളിച്ച് സംസാരിച്ചതാണ്. ആരും ഏറ്റെടുക്കാനായിട്ട് തയ്യാറല്ല. ഒരു മകനും 2 പെൺമക്കളുമാണുള്ളത്. പെൺമക്കൾ കൊണ്ടുപോകാനും റെഡിയാണ്, പക്ഷേ അവരെ ഇതിനകത്തോട്ട് കയറ്റുന്നില്ല. ഈ വീട് ഒഴിയാൻ ഉടമ ആവശ്യപ്പെട്ടപ്പോൾ 2 ദിവസം കൂടി നീട്ടിത്തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നോട് ഈ മകൻ സംസാരിച്ചു. അതനുസരിച്ച് ഹൗസ് ഓണറുമായിട്ട് സംസാരിച്ചു. ഒരു സഹോദരങ്ങൾ തമ്മിൽ എന്ത് തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പോലീസിലേക്ക് ഞാൻ വാർഡ് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായി തന്നെ പരാതി കൊടുക്കുന്നുണ്ട്. അച്ഛനെ ഉപേക്ഷിച്ചുമായി ബന്ധപ്പെട്ടുള്ള പരാതി കൊടുക്കുന്നു. വാടക 2 മാറാൻ പറഞ്ഞത് അവർ മാറാതെ നിന്ന് പരാതിയൊക്കെയായി. അവസാനം ഇവർ നമ്മളോട് പറയാതെ മാറി. അങ്ങനെയാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായത്. കാരണം മിനിഞ്ഞാന്ന് വൈകുന്നേരം ഇവർ സാധനങ്ങളെല്ലാം മാറ്റി, എന്നിട്ട് നമ്മളെ അറിയിച്ചില്ല. ഇന്നലെ രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും ഇയാൾ പോലീസുകാരോട് പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ മാറിക്കോളാം എന്നാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് മാറ്റിയിട്ടാണ് പോലീസുകാരോട് പറയണത് ഞാൻ 2 ദിവസം കഴിയുമ്പോൾ മാറ്റിക്കോളാം എന്ന് പറഞ്ഞത്. 2 വാടകയും ബാക്കിയുള്ളതൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് പെങ്ങൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ എന്നെ ഇത് 2 ദിവസം കൂടി ക്ഷമിക്ക് എന്നും പറഞ്ഞ് വിട്ടതാണ്. ഞാൻ ആ വഴി വീട്ടിൽ പോയി. എൻ്റെ വീട് വെണ്ണലയിലാണ്. അങ്ങോട്ട് പോയി. രാത്രി 10 മണി 10:30 ആയപ്പോഴാണ് അടുത്തുള്ള ഈ വീട്ടുകാർ വിളിച്ചിട്ട്
പറഞ്ഞ് ഇവിടെ ഒരു ദിവസം മുഴുവനായി ലൈറ്റും കിടക്കുന്നുണ്ട്, ഒരു ഫാനും കറങ്ങുന്നുണ്ട്, ആൾ കിടക്കണ്ടെന്ന് തോന്നുന്നു, വന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ വീട്ടു സാധനങ്ങൾ മൊത്തം കൊണ്ടുപോയി. അച്ഛനെ കൊണ്ടുപോയിട്ടില്ല. ആരും 24 മണിക്കൂറായിട്ട് ഒരു പച്ചവെള്ളം പോലും കടിക്കാണ്ട് ആൾ കിടക്കുക. പിന്നെ അപ്പം തന്നെ പോലീസിനെയും വിളിച്ചു പറഞ്ഞ് കൗൺസിലറെയും വിളിച്ചു പറഞ്ഞു. പോലീസ് വന്ന് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ വെള്ളം കുടിക്കാതെ കിടക്കുക. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ വെള്ളം വേണമെന്ന് വെച്ചപ്പോൾ തന്നെ വേഗം ആന്ന് പറഞ്ഞ് പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് വെള്ളം കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് കഞ്ഞി കൊടുത്ത് അതിനുശേഷം പെങ്ങളെ വിളിച്ചു പറഞ്ഞ് അയാളുടെ പെങ്ങൾ അറിയിച്ച്. പക്ഷേ അവർ ഇതുവരെയും വന്നില്ല. അവർ ഇവിടെ ഇൻഫോ പാർക്കിലെങ്ങാണ്ടും ജോലിയുള്ളവരാണ്. വീട്ടുടമസ്ഥനാണ് സംസാരിച്ചത്. തൃപ്പൂണിത്തുറ ഏലൂരിലാണ് ഈ പറഞ്ഞ അതിക്രൂരമായ ഒരു സംഭവം ഉണ്ടായത്. ഡാനി, ഈ വീട്ടുടമസ്ഥൻ പറഞ്ഞതനുസരിച്ച് 24 മണിക്കൂറോളം ആ വൃദ്ധനായ പിതാവ് അങ്ങനെ കിടക്കുകയാണ്. വെള്ളം കൊടുത്തിട്ടില്ല, കഞ്ഞിയൊന്നും ആഹാരം കൊടുത്തിട്ടില്ല. ഒടുവിൽ ഇവർ വന്നതിന് ശേഷം വെള്ളവും കഞ്ഞിയും മറ്റും കൊടുക്കുന്നു ആശ്വാസകരമായി. ഇവരെ ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് മറ്റൊരു കേന്ദ്രത്തിലേക്ക്. പക്ഷേ ഈ മകൻ നേരത്തെ തന്നെ പ്രീ പ്ലാൻഡായി ഇങ്ങനെ അച്ഛനെ ഉപേക്ഷിച്ച് കടന്നു കളയണം, വാടക കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ട്, ഈ കുടുംബത്തിൽ തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സിസ്റ്റർമാരുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ അച്ഛനിപ്പോൾ ആശ്വാസകരമായി ഇപ്പോൾ കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ഈ പെൺമക്കൾ ആരെങ്കിലും പിന്നീട് ഇവരുമായി ബന്ധപ്പെടുന്നുണ്ടോ, അവരാരെങ്കിലും ഈ ഇദ്ദേഹത്തെ നോക്കാൻ സന്നദ്ധ അറിയിക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത, ഈ സംഭവം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ സഹോദരിമാരുമായി, അതായത് ഷൺമുഖിൻ്റെ പെൺമക്കളുമായിട്ട് പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ തർക്കം ഇത് സംബന്ധിച്ച് നേരത്തെയും തർക്കം ഉടലെടുത്തിരുന്നു. അപ്പോൾ പോലീസിൻ്റെ മധ്യസ്ഥയിൽ ചില സംഭാഷണങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ഈ പെൺമക്കൾ അവരെ പിതാവിനെ നോക്കാൻ തയ്യാറായിരുന്നതാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇയാൾ സമ്മതിച്ചിരുന്നില്ല, അജിത് സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ അച്ഛനെ വിട്ടു നൽകാനായിട്ടുള്ള ഒരു സമ്മതം അവർക്ക് നൽകിയിരുന്നില്ല എന്ന് മാത്രവുമല്ല, പിന്നീട് അവരെ വീട്ടിലേക്ക് വന്നപ്പോൾ കയറ്റിയിരുന്നില്ല എന്നാണ് പരിസരവാസികൾ പറയുന്നത്. ഇതിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ തന്നെയാവും ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ചികിത്സ സംബന്ധിയായ കാര്യങ്ങൾ, അത്തരം വിഷയങ്ങളുണ്ടായിരുന്നു, സാമ്പത്തിക വിഷയങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വീട്ടുവാടകയും നൽകിയിട്ടില്ല കഴിഞ്ഞ 4 മാസം. അപ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ അങ്ങനെ വരുമ്പോഴും സ്വന്തം പിതാവിനെയൊക്കെ വീട്ടിനകത്ത് ഉപേക്ഷിച്ച് കടന്നു കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്ന വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ തൻ്റെ സഹോദരിമാരെങ്കിലും ഇത്തരം കാര്യങ്ങൾ ധരിപ്പിച്ച് ഇങ്ങനെ ഈ ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാതെ സഹോദരിമാരെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പിതാവിൻ്റെ സംരക്ഷണ കാര്യത്തെക്കുറിച്ചെങ്കിലും അയാൾ പറയേണ്ടതാണ്, ചെയ്യേണ്ടതാണ്. അത് ഒരു തരത്തിലും അതൊന്നും പുറത്ത് പോകാൻ കഴിയുന്നൊരു കാര്യവുമല്ല. എന്തായാലും പോലീസ് നടപടിയിലേക്ക് കടക്കുകയാണ്. വയോജന നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നു. അതിനനുസരിച്ചുള്ള നടപടികളുണ്ടാകും. ഷൺമുഖൻ്റെ മക്കളോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരിൽ നിന്ന് വിശദമായി ഇത് സംബന്ധിച്ച് എന്താണ് അവർക്ക് പറയുവാനുള്ളത് എന്നത് സംബന്ധിച്ച് അവരിൽ നിന്ന് കേൾക്കും. അതിനുശേഷം പോലീസ് മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഷൺമുഖൻ ഇപ്പോൾ ചികിത്സയും കാര്യങ്ങളും എല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സാമൂഹ്യക്ഷേമ വകുപ്പ് പ്രകാരം തന്നെ അക്കാര്യങ്ങളിലെല്ലാം തന്നെ ഇടപെടുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ വൃദ്ധനായ പിതാവിനെ ഉപേക്ഷിച്ച മകൻ കടന്നു കളഞ്ഞു. ഈ മകനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ഇതാണ് ഇപ്പോൾ സാഹചര്യം. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? പോലീസിന് ഇയാളെ ട്രേസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടോ ഡാനി? അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ? സ്വാഭാവികമായി ഇത് കൃത്യമായി കേസെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സംഭവമാണ്. ആ തരത്തിൽ ഗൗരവം നൽകിയുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ടോ? തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഇയാൾ പരസ്പര വിരുദ്ധമായാണ് പോലീസിനോടക്കം പറഞ്ഞിട്ടുള്ളത്. തീർത്ഥാടനത്തിന് പോകുന്നു എന്ന രീതിയിൽ ആദ്യം പറഞ്ഞിരുന്നു. അതിനുശേഷം മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ സ്ഥലമാണ് വേറൊരാളോട് അവിടെ നിന്ന് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത്. അങ്ങനെ പരസ്പര വിരുദ്ധമായ ലൊക്കേഷനുകളാണ് പലരോടും തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഇയാളുമായി ബന്ധപ്പെടുന്നുണ്ട്. മറ്റ് 2 മക്കളോടും പെൺമക്കളോടും ഇതിൽ സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് തന്നെ പോലീസ് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ അത്ര പോസിറ്റീവ് ആയിരുന്നില്ല എന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവരോട് നിർബന്ധമായും തന്നെ എത്തേണ്ടതുണ്ട്. കാരണം ഇത് വലിയ സങ്കീർണമായൊരു വിഷയമാണ്, ഗൗരവപരമായ കാര്യമാണ്, വലിയ കുറ്റകൃത്യം തന്നെയാണ്. ഈ രീതിയിൽ പിതാവിനേക്ക് ഉപേക്ഷിച്ച് കടന്നു കളയുക, അത് മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് പോവുക എന്നതാണ്. ആരും ഇത് ലൈറ്റ് കണ്ട് ശ്രദ്ധിച്ച് അവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, ഇത് തുറന്നു നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മരുന്നും
ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ ഈ മനുഷ്യൻ അതിനകത്ത് തന്നെ ഒറ്റപ്പെടും. കാരണം അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ. അദ്ദേഹത്തിന് അപകടത്തിൽപ്പെട്ട ചികിത്സയിലാണ് കഴിഞ്ഞ കുറേ നാളായിട്ട്. ആ മനുഷ്യൻ ആ കിടക്കയിൽ തന്നെ അകപ്പെട്ടു പോകുമായിരുന്നു. എന്ത് സംഭവിക്കുമായിരുന്നു ഒരു ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിലെന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു കുറ്റകൃത്യം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട പിതാവിനെ തന്നെ ഉപേക്ഷിച്ച്, ഇങ്ങനെ രോഗിയായ ഒരു മനുഷ്യനെ തന്നെ ഉപേക്ഷിച്ച് കടന്നു കളയുക എന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോലീസ് ഇടപെടൽ ഉണ്ടാവുന്നത്. ഡെപ്യൂട്ടി കളക്ടറോടക്കം ഇത് സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പ്. അതുകൊണ്ട് അടിയന്തരമായ നടപടികൾ തന്നെയാണ് ഇതിലുണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രഞ്ജിത്ത്, ഡാനി പോലാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ എന്തായാലും ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ മനസാക്ഷിയെ ആ തരത്തിൽ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. Join India's കൂട്ടിരിക്കാൻ ആരുമില്ലാത്ത അതിഥിത്തൊഴിലാളികൾക്ക് കണ്ണൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് ദാരുണാന്ത്യം. ജില്ലാ ആശുപത്രിയിൽ നിന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത രോഗിയാണ് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ അവശനിലയിൽ കണ്ടെത്തിയ ഇയാളെ അഗ്നിരക്ഷാസേന എത്തിയാണ് വെള്ളിയാഴ്ച രാവിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. 108 ആംബുലൻസ് വിളിച്ചു വരുത്തിയെങ്കിലും കൂട്ടിരിപ്പില്ലാത്ത കാരണം രോഗിയെ കയറ്റാൻ ഡ്രൈവർ വിസമ്മതിച്ചു. ജില്ലാ ആശുപത്രിയിലേക്ക് തിരികെ പോയെങ്കിലും സുരക്ഷാ ജീവനക്കാർ തടഞ്ഞ് ചക്രക്കസേരയിൽ നിന്ന് ഇയാളെ നിർബന്ധപൂർവ്വം ഇറക്കിവിട്ടതാണ് വിവരം. ഇവിടെ നിന്ന് പുറത്തിറങ്ങി നടക്കവേ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഇങ്ങനെ മനസാക്ഷിയില്ലാതെ ഇയാളോട് പെരുമാറിയത് അത് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് ശരിക്കും? തീർച്ചയായും രഞ്ജിത്തെ, കണ്ണൂരിലാണ് ഇത്തരത്തിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയോട് കണ്ണില്ലാത്ത ക്രൂരത കാട്ടിയത്. എന്തായാലും മനുഷ്യ മനസാക്ഷി മരവിച്ച ഒരു വിഭാഗം, ഒരു കൂട്ടം ആളുകളുടെ നിസ്സംഗതിയിൽ പൊലിഞ്ഞുപോയത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ജീവനാണ്. ഇന്നലെ രാവിലെയാണ് ഈ സംഭവം. അവശ നിലയിൽ കണ്ട ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ ഫയർഫോഴ്സ് എത്തിയാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഇദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ കാലിന് പരിക്കുണ്ടായിരുന്നു, ഒപ്പം മാനസിക അസ്വസ്ഥവും പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനുശേഷം ഈ പരിയാരത്തെ കൊണ്ടുപോകാനായി നോക്കുമ്പോഴേക്കും ഈ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് 108 വിളിച്ച് ആംബുലൻസ് എത്തിയപ്പോൾ കൂട്ടിരിപ്പുകാരില്ല എന്ന ഒരു കാരണം പറഞ്ഞ് ഇയാളെ ആംബുലൻസിൽ കയറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്നാണ് ഇദ്ദേഹം വീണ്ടും ഈ ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ശ്രമിച്ചത്. പക്ഷേ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്തതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയിൽ കയറ്റാനാകില്ലെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പം പോലീസും ഇത്തരത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും വളരെ ക്രൂരതയാണ് ഇദ്ദേഹത്തെ കാണിച്ച് ഇദ്ദേഹത്തെ വീൽ ചെയറിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് കാണാം. പിന്നീട് ഇയാൾ ഈ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ കണ്ണൂർ നഗര ഹൃദയത്തിൽ തന്നെയാണ് ഇത്തരമൊരു സംഭവം നടന്നത്. ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ ചികിത്സ നൽകുകയാണെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇയാളുടെ ചികിത്സ നിഷേധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു കണ്ണില്ലാത്തൊരു ക്രൂരത തന്നെയാണ് ഇദ്ദേഹത്തോട് കാട്ടിയത്. എന്തായാലും ഈ സംഭവത്തിൽ ആശുപത്രി അധികൃതരോട് നമ്മൾ സംസാരിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് വിശദീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ആശുപത്രി അധികൃതർ ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. ഈ അസുഖബാധിതനായ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അതായത് വീൽ ചെയറിൽ കൊണ്ടുവരുന്ന ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഏത് രീതിയിലാണോ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടത് അത്തരം മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇയാളെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇയാൾക്കൊപ്പം ആരുമില്ല, ആരും എത്തിയില്ല ആശുപത്രിയിൽ. പക്ഷെ ഇയാളുടെ അവസ്ഥ മോശമായിരുന്നു. ഇയാൾക്ക് കുഴഞ്ഞു വീണ് മരിക്കാനുള്ള അസുഖമുണ്ടായിരുന്നു, അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും നേരത്തെ പറഞ്ഞ പോലെ റഫർ ചെയ്തു എങ്കിൽ പോലും ആ തരത്തിലുള്ള യാതൊരു കാരുണ്യവും കാണിക്കാതെ, യാതൊരു പരിഗണനയും നൽകാതെ, മുൻകരുതലും സ്വീകരിക്കാതെ ഇയാളെ പറഞ്ഞു വിട്ടു ആശുപത്രി അധികൃതർ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അത്തരത്തിലൊരു സംഗതി നടന്നുകൊണ്ടല്ലേ ഇയാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. തീർച്ചയായും ഈ ആംബുലൻസ് ഡ്രൈവർ കൂട്ടിയിരിപ്പുകാരില്ല എന്നൊരു കാരണം പറഞ്ഞാണ് ഇദ്ദേഹത്തെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വിസമ്മതിച്ചത്. പിന്നീട് ഇയാൾ ഇതേ ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അയാൾക്ക് അവിടെ തന്നെ ചികിത്സ നൽകുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ പറ്റുമായിരുന്നു. പക്ഷേ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത കാരണത്താൽ
ഈ ജില്ലാ ആശുപത്രിയിലേക്ക് വീണ്ടും ഇയാളെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പം പോലീസുകാരും അറിയിച്ചത്. ഇതേ തുടർന്ന് നിസ്സഹായനായാണ് ഒരു വഴിയുമില്ലാതെയാണ് ഇദ്ദേഹം ഈ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ നേരത്തെ അവശതയിൽ കണ്ട അതേ സ്ഥലത്തേക്ക് തന്നെ നടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ ഗുരുതരാവസ്ഥയിലായ ഒരു രോഗിയായിരുന്നു. ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് റഫർ ചെയ്ത് ചികിത്സിച്ച ഡോക്ടർമാർ റഫർ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാലിനായിരുന്നു ഇദ്ദേഹത്തിന് പരിക്ക്. ഒപ്പം മാനസിക അസ്വസ്ഥവും പ്രകടിപ്പിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതിൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണവും ഇതുവരെ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. രഞ്ജിത്ത്, ഇത് ഈ സാമൂഹ്യ പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഈ ആശുപത്രിയുടെ ഇടപെടൽ അല്ലെ അവരുടെ വിശദീകരണം വന്നിട്ടില്ല എന്ന് ബൈജു വ്യക്തമാക്കുന്നുണ്ട്. ഈ എന്തെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണമൊക്കെ വന്നിട്ടുണ്ടോ? കാരണം ഇങ്ങനെ ഇയാൾ അന്യസംസ്ഥാന തൊഴിലാളിയാണെങ്കിൽ പോലും ഒരു മനുഷ്യനാണ്, കൂട്ടിരിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ ആംബുലൻസ് ഡ്രൈവർ പോലും ഇയാളെ പുറത്താക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നതൊക്കെ എങ്ങനെയാണ് കണ്ണൂർ പരിസരത്തുള്ളവർ, ആശുപത്രി പരിസരത്തുള്ളവർ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നോക്കി കാണുന്നത്? രഞ്ജിത്തെ, ഇതിൽ അത്തരത്തിലുള്ള പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും വേദനാജനകം. നമുക്കറിയാം, എല്ലാ കാര്യത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മലയാളികൾ എന്ന് നമ്മൾ എപ്പോഴും പറയും. സഹജീവി സ്നേഹത്തിന്റെ കാര്യത്തിൽ എന്നും നമ്മൾ മുന്നിലാണ്. അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, അത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ എന്താണ് മലയാളിയുടെ മാനസികാവസ്ഥ എന്നത് വളരെ വേദനാജനകമാണ്. ഈ മനുഷ്യരെ ഒന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും ഈ ബസ് സ്റ്റാൻഡിലുള്ള ആൾക്കാർ ആരും തയ്യാറായിട്ടില്ല. ഫയർഫോഴ്സ് എത്തി ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം. നമ്മളും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലപ്പോഴും യാത്ര ചെയ്യേണ്ടവരാണ്. നമുക്കും ഇതേ അവസ്ഥ നാളെ വന്നേക്കാം. ആ ഒരു ചിന്ത പോലും ഇല്ലാതെ ഒരാൾ പോലും ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാൻ ഉണ്ടായില്ല. ഇതിലൊരു പ്രതികരണം പോലും ആർക്കും പറയാനില്ല. ആശുപത്രി അധികൃതരുടെ ഭാഗത്താകട്ടെ ഇതിലൊരു പ്രതികരണമില്ല. അത്തരത്തിൽ വലിയ ഗുരുതരമായ തെറ്റ് ഈ സംഭവത്തിൽ എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. ഈ ആരും ചോദിക്കാനില്ലാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഒരു ചികിത്സ നിഷേധിക്കുക വലിയ ഗുരുതരമായ തെറ്റാണ് എന്തായാലും ആശുപത്രിയുടെ ഭാഗത്തുനിന്നും. ഒപ്പം ഇത് കണ്ടുനിന്ന മനസാക്ഷി മരവിച്ച ഒരു കൂട്ടം സമൂഹത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും ഭാഗത്തുനിന്നും ഉള്ളതെന്ന് നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു അന്ത്യമാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്. ഈ ആശുപത്രിയിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം, വീൽ ചെയറിൽ നിൽക്കാൻ പറ്റാത്ത ഇയാളെ വീൽ ചെയറിൽ നിന്നും നിർബന്ധിച്ച് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഈ വയ്യാത്ത ഈ മനുഷ്യൻ ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ നടന്നു നീങ്ങുകയായിരുന്നു. അവിടെ നിന്നാണ് ഈ കുഴഞ്ഞു വീണ് മരിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ആരെങ്കിലും ഈ കാര്യത്തിൽ ഒരു അനുകമ്പ അല്ലെങ്കിൽ ഒരു സഹതാപം ഇദ്ദേഹത്തോട് കാട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലാണ് ഇതിന്റെ ഈ ഒരു സംഭവങ്ങൾ പോലീസ് പറയുന്ന സാഹചര്യമുള്ളത്. രഞ്ജിത്ത്, ഏതായാലും ദാരുണമായ സംഭവം ഉണ്ടായത് കണ്ണൂരിലാണ്. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ കുഴഞ്ഞു വീണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി മരിക്കുന്നു എന്നുള്ളത്. കാരണം കൂട്ടിരിപ്പിനാരുമില്ലാത്തതിനാൽ ഇയാൾ കൃത്യമായ ചികിത്സ നൽകുന്നില്ല. ഇയാളെ ആംബുലൻസിൽ കയറ്റാൻ പോലും ആരും തയ്യാറാകാത്ത പശ്ചാത്തലമുണ്ട്. അവശ നിലയിലാണ് ഇയാൾ ആശുപത്രിയിൽ എത്തുന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത രോഗിക്കാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥയുണ്ടായത്. ശരിക്കും ഇയാളെ ആശുപത്രി അധികൃതർ തന്നെ മുൻകൈയെടുത്ത് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതാണ്. പക്ഷേ ഇയാളെ കൂട്ടിരിപ്പുകാരാരുമില്ല എന്ന കാരണം പറഞ്ഞു വിടുന്നു. തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ഇയാൾ ഒരുപക്ഷെ ആശുപത്രിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം. ബസ് സ്റ്റാൻഡിൽ ഇയാളെ കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ദൃശ്യങ്ങളിലൊക്കെ നമുക്കത് കാണാം. അയാളുടെ അവശ നിലയടക്കം നമുക്ക് കാണാം. ഇയാളെ ആ തരത്തിലുള്ള പരിഗണന, ഒരു മനുഷ്യ എന്നുള്ള പരിഗണന ആരും നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ സ്ഥിതി. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവശനിലയിൽ കണ്ടെത്തിയ ഇയാളെ അഗ്നിരക്ഷാസേന എത്തിയാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. 108 ആംബുലൻസ് വിളിച്ചു വരുത്തിയെങ്കിലും കൂട്ടിരിപ്പുകാരില്ലാത്തതിന് കാരണം രോഗിയെ കയറ്റാൻ ഡ്രൈവർ വിസമ്മതിച്ചു. ജില്ലാ ആശുപത്രിയിലേക്ക് തിരികെ പോയെങ്കിലും സുരക്ഷാ ജീവനക്കാർ തടഞ്ഞ് ചക്രക്കസേരയിൽ നിന്ന് ഇയാളെ നിർബന്ധപൂർവ്വം ഇറക്കിവിട്ടു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ബൈജു, അതാണ് ആ ചക്രക്കസേരയിൽ നിന്നടക്കം ഇയാളെ ഇറക്കിവിടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ ജീവനക്കാരൻ ഇയാളെ ഇരിക്കാൻ സമ്മതിക്കാത്ത പശ്ചാത്തലം നമുക്ക് കാണാം. ഒപ്പം ആംബുലൻസ് ഡ്രൈവറുടെ ഒരു പ്രവൃത്തി കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ കൂട്ടിരിപ്പുകാരുണ്ടെങ്കിൽ മാത്രമേ ഇയാൾ ഉദ്ദേശിച്ച പൈസ, ആംബുലൻസിൻ്റെ പൈസ അടക്കം നൽകേണ്ടതുണ്ട്, അതൊക്കെ ലഭ്യമാവുകയുള്ളൂ. അത്തരം കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം, ഇങ്ങനൊരു മനുഷ്യനെ അത്തരത്തിലുള്ള ജീവൻ നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന് പിന്നിൽ ഇങ്ങനെ ചിലരുണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജില്ലാ ആശുപത്രി, കണ്ണൂർ ജില്ലയിലെ ഇത്രയും വലിയൊരു ജില്ലാ ആശുപത്രിയിൽ ഒരു ആംബുലൻസ് സൗകര്യം, പെട്ടെന്നൊരു രോഗിക്ക് എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാലും ഒരു ആംബുലൻസ് സൗകര്യം പോലും ഇല്ല എന്ന് പറയുന്നതാണ്. ഈ ആംബുലൻസ് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് 108ലേക്ക് വിളിച്ച് ഇത്തരത്തിൽ ആംബുലൻസ് വരുത്തിച്ചത്. ആ ഡ്രൈവർ ആകട്ടെ കൂട്ടിരിപ്പുകാരില്ല. രഞ്ജിത്ത് പറഞ്ഞത് സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.
ഒരുപക്ഷെ പണം കിട്ടില്ല എന്ന് കരുതിയായിരിക്കും ഒരു ഇത്തരത്തിൽ വിസമ്മതിച്ചത്. കൂട്ടിരിപ്പുകാരുണ്ടെങ്കിൽ അവരോട് പണം ഈടാക്കാവുന്ന കാരണമുണ്ടായിരിക്കും. എന്തായാലും ആ ആംബുലൻസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. നമുക്കറിയാം പല കേസുകളിലും ആംബുലൻസ് ഡ്രൈവർമാരുടെ ഒരു മനക്കരുത്തും കൊണ്ട് എത്രയോ ജീവനുകളാണ് രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷേ അതിനിടയിലും ഒറ്റപ്പെട്ട ഇത്തരം ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ആ ആംബുലൻസ് ഡ്രൈവർ ഒന്നും വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അരമണിക്കൂറിനകത്ത് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെത്തി വിദഗ്ധ ചികിത്സ നൽകാൻ ഇദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. അതാണ് നിഷേധിക്കപ്പെട്ടത് ഇത്തരത്തിൽ ഒരു ചിന്ത കൊണ്ട്. എന്തായാലും ആശുപത്രി ഭാഗത്ത് നിന്നും ഇതിന് എന്തായാലും ഒരു മറുപടി പറയേണ്ടി വരും. ആശുപത്രി ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലൊരു രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചാൽ ഇത്തരത്തിലാണോ ആശുപത്രിയിലേക്ക് ചികിത്സക്കായി കൊണ്ടുപോകുന്നത് എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഒരു ആളെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. വീൽ ചെയർ ഇരിക്കാൻ പറ്റാത്ത, നിൽക്കാൻ പോലും പറ്റാത്ത ഒരു മനുഷ്യനെ വീൽ ചെയറിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ നമ്മുടെ ആശുപത്രികളിലുള്ള ജീവനക്കാരുടെയൊക്കെ മാനസികാവസ്ഥ, എന്തായാലും ഇതിൽ ഒരു അന്വേഷണം ഉണ്ടാകണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൃത്യമായി അന്വേഷിച്ച് ഇതിൽ ആരുടെയും ഭാഗത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കാൻ എന്തായാലും ആരോഗ്യവകുപ്പ് തയ്യാറാകണം. രഞ്ജിത്ത്, അതാണ് ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇത്തരത്തിലുള്ള നിരവധി ദാരുണ സംഭവങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് സ്പോട്ട് ലൈവ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് മറ്റൊരു വിഷയത്തിലേക്കൊന്ന് പോകണം. മലപ്പുറത്ത് CPM പ്രവർത്തകനായ സൈദൽ അവിയുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന് കാരണമായ A1 ട്രാവൽസിൻ്റെ ദീർഘദൂര ബസ് കുറ്റിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലാണ് കുറ്റിപ്പുറം മഞ്ചാടിയിൽ വെച്ച് അപകടം ഉണ്ടായത്. ബസ് ഡ്രൈവർ പാലക്കാട് കണ്ണാടി സ്വദേശി മുരളിയെ അറസ്റ്റ് ചെയ്തു. ജിഷാദ് വളാഞ്ചേരി ചേർന്ന്. ജിഷാദ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? മറ്റ് വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്? ജിഷാദ്, കേൾക്കാമോ? ദീർഘദൂര ബസ് കുറ്റിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. മലപ്പുറത്ത് CPM പ്രവർത്തകനായ സൈദൽ അവിയുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ബൈക്കിൽ ബസ് തട്ടിയാണ് ഈ അപകടം സംഭവിച്ചത്. A1 ട്രാവൽസിൻ്റെ ദീർഘദൂര ബസ്സാണ് ഈ അപകടത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ്. ഈ ബസ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈ അപകടത്തിൻ്റെ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലാണ് ഈ കുറ്റിപ്പുറം മഞ്ചാടിയിൽ വെച്ച് ഈ അപകടമുണ്ടായത്. ബസ് ഡ്രൈവർ പാലക്കാട് കണ്ണാടി സ്വദേശി മുരളി, ഇയാളെ അറസ്റ്റിലായിട്ടുണ്ട്. ഇത് കൃത്യമായി തന്നെ അന്ന് ഈ ബസ് അടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ജിഷാദ്, എന്താണ് സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം? രഞ്ജിത്ത്, വ്യാഴാഴ്ച രാത്രി 12:30യോടെയാണ് DYFI മുൻ വളാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന സൈദലവി മരണപ്പെടുന്നത്. കുറ്റിപ്പുറത്തു നിന്നും വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ എതിർദിശയിൽ വന്ന A1 ട്രാവൽസിന്റെ ദീർഘദൂര ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഇദ്ദേഹത്തെ കൂടെ വാഹനം കയറി ഇറങ്ങിയിരുന്നു. മരണം സംഭവിച്ചത് ബസ് നിർത്താതെ പോയതിനാൽ 20 മിനിറ്റോളം സമയം സൈദലവി റോഡിൽ കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും മരണം സംഭവിച്ചിരുന്നു. ഈ കേസിന്റെ അന്വേഷിച്ചപ്പോഴാണ് കുറ്റിപ്പുറം പോലീസ് കുറ്റിപ്പുറം AI ക്യാമറ പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ബസ് കസ്റ്റഡിയിലെടുക്കുന്നത്. വ്യാഴാഴ്ച രാത്രി മഞ്ചാടിയിലായിരുന്നു ഈ അപകടം ഉണ്ടായത്. ഈ A1 ട്രാവൽസ് ദീർഘദൂര ബസ്സാണ്. സംഭവത്തിൽ ബസ് ഓടിച്ചിരുന്ന പാലക്കാട് കണ്ണാടി സ്വദേശി മുരളിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് സംഭവം. ജിഷാദ് വളാഞ്ചേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുറ്റിപ്പുറം മലപ്പുറത്ത് CPM പ്രവർത്തകനായ സൈദൽ അവിയുടെ മരണത്തിനിടയാക്കിയ ബസ് ആണ് A1 ട്രാവൽസിൻ്റെ ദീർഘദൂര ബസ്സാണ് കുറ്റിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലാണ് ഈ കുറ്റിപ്പുറം മഞ്ചാടിയിൽ വെച്ച് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബസ് ഡ്രൈവർ പാലക്കാട് കണ്ണാടി സ്വദേശി മുരളിയെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. ജിഷാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ജിഷാദ്, ഈ അപകടത്തിന് ശേഷം ഈ പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ എത്ര ദിവസം മുമ്പ് കഴിഞ്ഞ വ്യാഴാഴ്ച നടന്നൊരു അപകടമാണ് ഇത്ര 2-3-4 ദിവസം വൈകിയുള്ള ഈ കാര്യങ്ങളിലേക്ക് എത്തിച്ചത്. അത് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു രീതി അങ്ങനെ ആയതുകൊണ്ടാണോ? രഞ്ജിത്ത്, കഴിഞ്ഞ രാത്രി തന്നെ പോലീസ് പ്രദേശത്തെ ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ബസ് അതിവേഗത്തിലായിരുന്നു കടന്നുപോയിരുന്നത്. പിന്നെ കൂടാതെ AI ക്യാമറകളും പ്രദേശത്തെ CCTVകളും കേന്ദ്രീകരിച്ച അന്വേഷണത്തിലാണ് പോലീസ് ഈ ബസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഡ്രൈവർ നിർത്താതെ പോയ കാരണവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശരി, ജിഷാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സ്പോട്ട് ലൈവ് പൂർണ്ണമാകാനുള്ള സമയമാണ്. നാടിനെ ഞെട്ടിപ്പിച്ച നിരവധി അപകടങ്ങൾ, കൊലപാതകങ്ങളൊക്കെ ഇന്ന് സ്പോട്ട് ലൈവിൽ വിഷയമായി.
അടുത്ത ദിവസം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. നമസ്കാരം. 1 ദിവസം മാത്രമാണ്